അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വന്ന വാർത്ത പത്തനംതിട്ടയിലുള്ള വാർത്തയാണ്. പത്തനംതിട്ടയിലെ ഈ സ്കൂളിന് 3.5 കോടി രൂപയാണ് എഴുമറ്റൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സർക്കാർ ചെലവഴിച്ചത്. കെട്ടിടം നിർമ്മിച്ചു, ബെഞ്ചും ഡെസ്കും അടക്കം എല്ലാം വാങ്ങി, ലാബ് സംവിധാനങ്ങളും ഒരുക്കി. പക്ഷെ ഒരു കാര്യം വിട്ടുപോയി. 5 ലക്ഷം രൂപ മുടക്കി അവിടെ ഫയർ ആൻഡ് സേഫ്റ്റി സംവിധാനങ്ങൾ ഉണ്ടാക്കണമായിരുന്നു. എങ്കിലേ NOC കിട്ടൂ. NOC കിട്ടിയാലേ സ്കൂളിന് പ്രവർത്തിക്കാൻ പറ്റൂ. ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചിട്ടും സ്കൂളിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് പ്രവീൺ പുരുഷോത്തമൻ റിപ്പോർട്ട് ചെയ്യുന്നു. നമുക്ക് പ്രവീണിലേക്ക് ഒന്ന് പോകാം. പ്രവീൺ, ഗുഡ് മോർണിംഗ്. പ്രവീൺ, 3.5 കോടി മുടക്കി കെട്ടിടം നിർമ്മിച്ചു, പക്ഷേ 5 ലക്ഷത്തിൻ്റെ സേഫ്റ്റി സംവിധാനം ഉണ്ടാക്കിയില്ല. എന്താ സംഭവിച്ചത്? ഗുഡ് മോർണിംഗ് അരുൺ. എഴുമറ്റൂർ ഗ്രാമപഞ്ചായത്തിലെ ഏക സർക്കാർ സ്കൂളാണ് എഴുമറ്റൂർ സർക്കാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. എൻ്റെ പുറകിൽ കാണുന്ന ഈ ഒരു ഓടിട്ട കെട്ടിടം, അത് ഇവിടുത്തെ പഴയ സ്കൂൾ കെട്ടിടമാണ്. ഇപ്പോഴത്തെ കാലത്ത് സംസ്ഥാനത്ത് ഒരുപക്ഷെ ഇങ്ങനെയുള്ള ഓടിട്ട കെട്ടിടങ്ങൾ, ഈ സ്കൂൾ കെട്ടിടങ്ങൾ വളരെ കുറവായിരിക്കും. ഇങ്ങനെയുള്ള കെട്ടിടങ്ങളൊക്കെ പൊളിച്ചു കളഞ്ഞ് പുതിയ സ്കൂൾ കെട്ടിടങ്ങളാണ് എല്ലായിടങ്ങളിലും ഇപ്പോൾ നിർമ്മിക്കുന്നത്. ഇപ്പോൾ അതിന് സമീപത്ത് തന്നെ നമുക്ക് കാണാം വലിയ ഒരു ബിൽഡിംഗ്. ഇതാണ് എഴുമറ്റൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പുതിയ കെട്ടിടം. 18,500 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. 3.5 കോടി രൂപ മുടക്കി സർക്കാർ നിർമ്മിച്ച ഒരു കൂറ്റൻ കെട്ടിടം. ഇതിൽ 3 കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും ഒപ്പം തന്നെ 50 ലക്ഷം രൂപ MLA ഫണ്ടിൽ നിന്ന് മുടക്കിയാണ് ഈ കൂറ്റൻ സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയിരിക്കുന്നത്. 2023 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഈ സ്കൂൾ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴും ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെല്ലാം പഴയ കെട്ടിടങ്ങളിൽ തന്നെ ഇരുന്ന് പഠിക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. സ്കൂൾ ഈ ക്ലാസ് മുറികളിലെല്ലാം ഫർണിച്ചറുകളും ഒപ്പം തന്നെ ബാക്കി എക്യുപ്മെൻറ്റ്സ് എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഈ 2 വർഷം കൊണ്ട് നശിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണ്. ഞാൻ ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കാം. ഇപ്പോൾ 3.5 കോടി മുടക്കി നിർമ്മിച്ച ആ സ്കൂൾ കെട്ടിടത്തിനുള്ളിൽ ആ ക്ലാസ് മുറിയിലെ ബെഞ്ചും ഡെസ്കും ഒക്കെ ഇങ്ങനെ അനാഥമായി കിടക്കുന്നത് കണ്ടില്ലേ? ഇവിടൊക്കെ ഇരുന്ന് കുട്ടികൾ പഠിക്കേണ്ടതാണ്. പക്ഷേ 2 വർഷമായിട്ടും കുട്ടികൾക്ക് ഈ ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കാൻ കഴിയുന്നില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണമെന്നുള്ളത് ഫയർ NOC ഈ കെട്ടിടത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. 3.5 കോടി രൂപ മുടക്കി കെട്ടിടം നിർമ്മിച്ചു. പക്ഷേ ഫയർ NOC കിട്ടണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം രൂപയുടെ അഗ്നി സുരക്ഷാ ഉപകരണങ്ങൾ കൂടി ഈ സർക്കാർ സ്കൂളിൽ സ്ഥാപിക്കേണ്ടതുണ്ട്. പക്ഷേ ആ 5 ലക്ഷം രൂപ ആര് മുടക്കുമെന്നതിലാണ് ഇപ്പോൾ തർക്കമുള്ളത്. ഇപ്പോൾ PTA പ്രസിഡന്റ് പ്രവീൺ നമ്മോടൊപ്പമുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ എന്താ പറയാനുള്ളത് കാര്യത്തിൽ? വിദ്യാഭ്യാസ വകുപ്പിനോടൊക്കെ പറയാനുള്ളത് അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. കാരണം ഏകദേശം 2 വർഷത്തോളമായിട്ട് ഈ ഒരു സ്കൂൾ അടഞ്ഞു കിടക്കുകയാണ് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം. ഇതുവരെ ഒരു കുട്ടിയെ പോലും നമുക്ക് ഇവിടെ പ്രവേശിപ്പിച്ച് ഇവിടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട പറയുന്നത് ഫയർ NOC ഇല്ല എന്നുള്ളതാണ്. ഫയർ NOC 5 ലക്ഷം രൂപ ഇനി ആര് മുടക്കും? ഒന്നുകിൽ ഇതിനകത്ത് ജില്ലാ പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലാണ് സ്കൂൾ. ഒന്നുകിൽ ജില്ലാ പഞ്ചായത്ത് ഇടപെടുക, അല്ലെങ്കിൽ ഇത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സർക്കാർ തലത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഇതിനകത്ത് ഇടപെട്ട് ഇത് കാണണം. അതാണ് ഇതിനകത്ത് പറയാനുള്ളത്. അരുൺ, 300 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അതിൽ 100 കുട്ടികളോളം ഹയർ സെക്കൻഡറി വിഭാഗത്തിലാണ്. അവർക്ക് ആധുനിക ലാബ് സൗകര്യങ്ങളൊക്കെ വേണ്ടതാണ്. പക്ഷേ പഴയ സ്കൂൾ കെട്ടിടത്തിൽ ഈ ലാബ് സൗകര്യങ്ങൾ ഇപ്പോൾ തൽക്കാലം പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. ഈ പുതിയ കെട്ടിടത്തിലാണെങ്കിൽ ആധുനിക ലാബ് സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നാണ് സ്കൂൾ അധികൃതർ പറയുന്നത്. പക്ഷേ NOC ഇല്ലാത്തത് മൂലം ഇവിടെ പഞ്ചായത്തിന്റെ കെട്ടിട നമ്പർ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വൈദ്യുതി ബന്ധവും ലഭിച്ചിട്ടില്ല. ചുരുക്കത്തിൽ 3.5 കോടി രൂപ മുടക്കിയിട്ടും ഒരു 5 ലക്ഷം രൂപ കൂടെ മുടക്കാൻ ആരുടെ കയ്യിലും ഇല്ല. അങ്ങനെ ഒരു പരാതിയാണ് ഈ PTA-ക്കും ഒപ്പം തന്നെ വിദ്യാർത്ഥികൾക്കും എല്ലാം ഉള്ളത്. ഏതായാലും ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഇവിടെ കിടക്കുന്ന ഉപകരണങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് 5 ലക്ഷം കൂടി മുടക്കി NOC വാങ്ങാൻ സർക്കാരിന് കഴിയട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അതല്ലാതെ എന്താ പറയാൻ കഴിയുക? 3.5 കോടിയുടെ കെട്ടിടം നിർമ്മിക്കും, പക്ഷേ 5 ലക്ഷം രൂപയും കൂടെ മുടക്കിയിരുന്നെങ്കിൽ ഫയർ ആൻഡ് സേഫ്റ്റി കിട്ടിയേനെ. 2 വർഷമായിട്ട് ആ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല. മുഖ്യമന്ത്രി ഓൺലൈനായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചതുമാണ് എന്നുള്ളതാണ്. ആനയെ വാങ്ങും, പക്ഷെ നമ്മൾ തോട്ടി വാങ്ങൂല. അതാണല്ലോ നമ്മുടെ ഒരു രീതി. പക്ഷേ